നമസ്കാരം. കോമ്പാക്ട് എസ് യു വി കാറ്റഗറിയിൽ വളരെ മികച്ച ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ വെന്യൂ. വെന്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. 2022 ജൂൺ ജൂലൈ മാസത്തിൽ കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ആവറേജ് സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7000 മുതൽ 8000 യൂണിറ്റ് വരെ പെർ മന്ത് ഈ ഒരു വാഹനത്തിന് സെയിലുണ്ട്. അതെടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും അതുമാത്രമല്ല റൈഡും ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ മികച്ചതാണ് ഈ ഒരു വാഹനത്തിന്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയൻസ് ഉണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള എൻജിൻ ഓപ്ഷൻസ് ഉണ്ട്. എൻജിൻ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 ലിറ്റർ ടർബോയുണ്ട്, 120 bhp പവർ നൽകുന്ന. അത് മാത്രമല്ല 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനുണ്ട്. അത് 83 bhp ആണ് അതിൻ്റെ പവർ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ 1.5 അത് നിലനിർത്തിയിട്ടുണ്ട്. അത് ക്രെറ്റയിലൊക്കെ കാണുന്ന ആ സമാനമായിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് ഇവിടെ വരുന്നത്. 100 bhp ആണ് ഇതിൻ്റെ പവർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 2025 ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അപ്ഡേഷൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു വാഹനത്തെക്കുറിച്ച് പറയാം. അതായത് ടാറ്റയുടെ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യമായിട്ടുള്ള ക്യാമോഫ്ലാജ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 8 മാസം മുമ്പ് ലോഞ്ച് ചെയ്യേണ്ട വാഹനമാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും കാര്യമായിട്ട് ക്യാമോഫ്ലാജ് ചെയ്തിട്ട് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കിയയുടെ സിറോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പ് നല്ല രീതിക്ക് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. 2026 ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഫേസിൽ ഈ ഒരു വാഹനം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കോണ്ടന്റിൻ്റെ കൂടെ ഞാനത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിലാണ് ഈ ഒരു വാഹനം വരുന്നത്. നമുക്കറിയാം കിയുടെ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന വാഹനം വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനം, അതായത് സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനവും തീർച്ചയായിട്ടും അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു EV സെൻട്രിക് ഡിസൈൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വെന്യൂവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2019 ലോഞ്ച് ചെയ്ത വെന്യൂവിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അപ്ഡേഷനാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വാഹനം 2025 ഒക്ടോബർ 24 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മികച്ച ഒരു വാഹനമാണ്. ബോക്സി ടൈപ്പ് ഡിസൈൻ അത് നിലനിർത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും വെർട്ടിക്കലായിട്ടുള്ള DRLs വരുന്നുണ്ട്. LED DRLs ആണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത C, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ C എന്ന് പറയുന്ന ലെറ്ററിനോട് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു DRL പാറ്റേൺ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല വെർട്ടിക്കലായിട്ടുള്ള ഡിസൈൻ മാറ്റിയിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ള സ്ലാൻഡുകളൊക്കെ ഒരുപാട് അവിടെ വരും. വെർട്ടിക്കൽ ഡിസൈൻ ഇപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ജീപ്പ് പോലുള്ള വാഹനങ്ങൾ. അത് മാത്രമല്ല ഇപ്പം മഹീന്ദ്രയുടെ ചില വാഹനങ്ങളൊക്കെയാണ് വെർട്ടിക്കൽ സ്ലാൻഡ് ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹൊറിസോണ്ടലായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിൽ വരാൻ പോകുന്നത്. എടുത്തുകൊണ്ടൊരു കാര്യം, ഈ വീലാർച്ചിലൊക്കെ കാണുന്ന ക്ലാഡിങ് കുറച്ചും കൂടെ തിക്കാക്കി മാറ്റും. LED DRLസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് C ഷേപ്പ് DRL ആയിരിക്കും. അത് ഒരു സൈഡിൽ നോക്കുമ്പോൾ C ആയിട്ട് നമുക്ക് തോന്നും, മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിനെ ഫ്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ടുള്ള ഒരു സീനെ കുറിച്ച്, അല്ലെങ്കിൽ C എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. 16 ഇഞ്ചിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അലോയ് വീലാണ് വരാൻ പോകുന്നത്. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള അലോയ് വീൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്പൈ ഷോട്ടുകളിൽ കാണുന്നത് അലോയ് വീൽസിനൊക്കെ ഒരു EV സെൻട്രിക് ടൈപ്പ് അലോയ് വീലാണ് അവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത് നിലവിലുള്ള അലോയ് വീൽ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു 16 ഇഞ്ച് അലോയ് വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത്. കുറേ കാലങ്ങളായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. QU2i എന്ന കോഡ് നെയിമിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇനി പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ വിങ് മിറർ കുറച്ചും കൂടെ ഷാർപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ബാറ്റ്മാൻ കൈൻഡ് ഓഫ് മിറർ പാറ്റേണൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലല്ലെങ്കിൽ പോലും എഡ്ജുകളൊക്കെ കുറച്ചും കൂടെ ഷാർപ്പ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തിൽ കണ്ടിട്ടുള്ളത്. 360 ഡിഗ്രി ക്യാമറ വരും, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തെ കുറച്ചും കൂടെ ലക്ഷറി ആക്കി മാറ്റും എന്നുള്ളതാണ്. കുറച്ചും കൂടെ മികച്ച ഒരു UI ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരിക്കും വരാൻ പോകുന്നത്. 360 ഡിഗ്രി ക്യാമറ, പനോരമിക് സൺറൂഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഹനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. 6 എയർ ബാഗ് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല.
എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഒക്ടോബർ 24 ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ഇനി എഞ്ചിൻ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 3 എഞ്ചിൻ ഓപ്ഷൻ നിലനിർത്തും. അതായത് 1 ലിറ്റർ ടർബോ 120 bhp പവർ നൽകുന്ന ആ ഒരു എഞ്ചിൻ, 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്രോക്സിമേറ്റ്ലി 83 bhp ആണ് അതിൻ്റെ പവർ. 1.5 ഡീസൽ എഞ്ചിൻ, ക്രെറ്റയിലൊക്കെ കാണുന്ന ആ സെയിം ഡീസൽ എഞ്ചിൻ. അതാണ് എടുത്തു പറഞ്ഞത്. കാരണം ഡീസൽ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുമോ, അതായത് ഈ പറയുന്ന കോമ്പാക്റ്റ് SUV കാറ്റഗറിയിൽ നിന്നും ഡീസൽ എഞ്ചിൻ പതുക്കെ എടുത്ത് കളയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഹ്യുണ്ടായി എന്ന് പറയുന്ന മാനുഫാക്ചർ വെന്യൂവിൽ ഡീസൽ എഞ്ചിൻ നിലനിർത്തും എന്നുള്ളതാണ്. 100 bhp ആണ് ഈ 1.5 അല്ലെങ്കിൽ 1500 cc ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ 7 സ്പീഡ് DCT തീർച്ചയായിട്ടും അതിൻ്റെ ടർബോ വേരിയൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ടർബോയിലുണ്ടായിരിക്കും. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കൂടെ വരുന്നത്. പെട്രോളിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസലിൽ തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെക്കാനിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ശരിക്കും മെക്കാനിക്കലി അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കുകയാണ്. എന്നാൽ ഫീച്ചർ വൈസ്ഡും ലുക്ക് വൈസൊക്കെ ഒരുപാട് വ്യത്യാസം ഈ ഒരു വാഹനത്തിലേക്ക് വരും. സോണറ്റിന് ഒരു അപ്ഡേഷൻ ലഭിച്ചപ്പോഴും വെന്യൂവിന് കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. K2 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. തീർച്ചയായിട്ടും ഒക്ടോബർ 24 2025 ഒക്ടോബർ 24 ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഓഗസ്റ്റായി, സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസം കൊണ്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. അപ്രോക്സിമേറ്റ്ലി ഒരു 15,000-നും 30,000 രൂപ അതിനിടയ്ക്കൊരു വില വർധനവ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.